സ്ത്രീ സുരക്ഷാ പദ്ധതി 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പുതിയൊരു പെൻഷൻ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആർക്കെല്ലാമാണ് ഇത് ലഭിക്കുന്നത്, എന്തെല്ലാമാണ് ഇത് ലഭിക്കുന്നതിനുള്ള യോഗ്യത എന്ന് നമുക്കൊന്ന് നോക്കാം. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളായിരിക്കണം അപേക്ഷകർ. ഒന്നാമത്തെ യോഗ്യതയാണത്. രണ്ടാമത്തെ യോഗ്യത അപേക്ഷകന്റെ റേഷൻ കാർഡ്, മഞ്ഞ കാർഡ് അതല്ലെങ്കിൽ പിങ്ക് കാർഡ് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരായിരിക്കും. മൂന്നാമത്തെ യോഗ്യത മറ്റ് സാമൂഹ്യ ക്ഷേമ പദ്ധതികളിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള പെൻഷനും ലഭിക്കുന്നവർ ആകരുത്. അതായത് വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, സർവീസ് പെൻഷൻ, ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ, EPF പെൻഷൻ മുതലായ ഏതെങ്കിലും ഒരു പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത യോഗ്യത സംസ്ഥാനത്ത്, കേരള സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ള സ്ത്രീകളായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഈ പെൻഷൻ ലഭിക്കുന്നതിനുള്ള യോഗ്യതകളായി പറയുന്നത്. അതായത് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളായിരിക്കണം. അവരുടെ റേഷൻ കാർഡ് മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരായിരിക്കണം. മറ്റ് ക്ഷേമ പെൻഷനുകൾ ഒന്നും ലഭിക്കുന്നവർ ആയിരിക്കരുത്. കേരള സംസ്ഥാനത്ത് സ്ഥിരതാമസം ഉള്ളവരായിരിക്കണം. ഇത്രയും യോഗ്യത ഉള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഇനി എവിടെയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്? നമ്മൾ താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സെക്രട്ടറിക്കാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതായത് പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പൽ ഏരിയയിലാണെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി, കോർപ്പറേഷൻ ഏരിയകളിൽ കോർപ്പറേഷൻ സെക്രട്ടറിമാർക്കാണ്. അപേക്ഷയോടൊപ്പം എന്തെല്ലാം രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്ന് നോക്കാം. അതായത് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളുടെയും പരിധിയിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സത്യപ്രസ്താവന നമ്മൾ നൽകേണ്ടതുണ്ട് അപേക്ഷയോടൊപ്പം. അതുകൂടാതെ നമ്മളുടെ റേഷൻ കാർഡ് മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് എന്ന് തെളിയിക്കുന്നതിന് റേഷൻ കാർഡിന്റെ പകർപ്പ് നൽകണം. അതോടൊപ്പം നമ്മളുടെ പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖകൾ, അതായത് ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് തുടങ്ങിയ ഏതെങ്കിലും ഒരു രേഖ നമ്മളുടെ വയസ്സ് തെളിയിക്കുന്നതിനായി സമർപ്പിക്കണം. ഇത് കൂടാതെ ആധാർ കാർഡും ആധാറിന്റെ വിവരങ്ങളും ഗുണഭോക്താവിന്റെ, അതായത് അപേക്ഷകന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും അപേക്ഷയോടൊപ്പം പഞ്ചായത്ത് സെക്രട്ടറിക്ക് സമർപ്പിക്കേണ്ടതാണ്. നമ്മൾ നൽകുന്ന അപേക്ഷകളെല്ലാം സ്വീകരിച്ച് പഞ്ചായത്ത് സെക്രട്ടറി അപേക്ഷകൾ പരിശോധിച്ച് അർഹരായ ആളുകളുടെ അല്ലെങ്കിൽ യോഗ്യരായ ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുകയും അതിനുശേഷം സർക്കാരാണ് ഈ പെൻഷൻ അനുവദിക്കുന്നത്. സർക്കാർ പെൻഷൻ അനുവദിച്ച ശേഷം എല്ലാ മാസവും നമ്മൾ നൽകിയിരിക്കുന്ന ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1000 രൂപ പെൻഷനായി അനുവദിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. പെൻഷൻ അനുവദിച്ച ശേഷം നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ സ്റ്റാറ്റസ് മാറ്റം വരികയാണെങ്കിൽ പെൻഷൻ വേണ്ട എന്നുള്ള വിവരം ബന്ധപ്പെട്ട പഞ്ചായത്തിൽ എഴുതി അറിയിച്ച് പെൻഷനിൽ നിന്ന് സ്വമേധയ ഒഴിവാകേണ്ടതാണ്. അതായത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒഴിവാകേണ്ടത് എന്ന് നോക്കാം. സംസ്ഥാനത്ത് നിന്ന് സ്ഥിരതാമസം മാറുകയാണെങ്കിൽ നമ്മൾ പെൻഷൻ വേണ്ട എന്ന് എഴുതി കൊടുക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ് ജോലി ലഭിക്കുകയാണെങ്കിലോ, ഇതോടൊപ്പം നമ്മളുടെ റേഷൻ കാർഡിന്റെ സ്ഥിതി മാറുകയാണെങ്കിൽ, അതായത് മഞ്ഞ അതേപോലെ പിങ്ക് റേഷൻ കാർഡുകൾ നീല വെള്ള റേഷൻ കാർഡുകളായി തരം മാറ്റപ്പെടുകയാണെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിച്ച് പെൻഷൻ വേണ്ട എന്ന് എഴുതി കൊടുത്ത് അതിൽ നിന്ന് ഒഴിവാകേണ്ടതാണ്. അപ്പൊ നമ്മളുടെ ഈ സ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മാറിയിട്ടും നമ്മൾ ഈ പെൻഷനിൽ നിന്ന് ഒഴിവാകാൻ അപേക്ഷ കൊടുത്ത് ഒഴിവായില്ലെങ്കിൽ നമ്മൾ 18% പിഴപ്പലിശയോട് കൂടി കൈപ്പറ്റിയ തുക തിരിച്ചടയ്ക്കേണ്ടി വരും. ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ട്. ആയതിനാൽ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവിൽ പറയുന്ന അതല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്ന രേഖകൾ സഹിതം, അതായത് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്.